തെക്കേ ഇന്ത്യയിലെ തെങ്ങുകളുടെ നാടായ മൗലൂദുപുര. അവിടെ മുതലകളും മനുഷ്യരും ശാന്തമായി വസിക്കുന്നു. എങ്ങും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ അവർക്കു അറിയില്ലായിരുന്നു വലിയൊരു ദുരന്തം അവരെ കാത്തിരിക്കുന്നത്. നിശബ്ദമായ രാത്രിയിൽ ആകാശം കീറിപ്പൊളിച്ച് എന്തോ വീഴുന്നു. അത് ഒരു നക്ഷത്രമല്ല, അതൊരു അന്യലോക അതിഥിയാണ്. തെങ്ങിൻ മുകളിൽ പതിച്ചപ്പോൾ ഭൂമിക്ക് അറിയില്ലായിരുന്നു ഒരു ദുരന്തം ഇവിടെ തുടങ്ങി എന്ന്. അവൻ നിശബ്ദനായി നീങ്ങി. കൈയിൽ തിളങ്ങുന്ന പൊടിയുമായി തെങ്ങിൻ മുകളിൽ കള്ളിൻ കുടത്തിൽ നിക്ഷേപിച്ചു. ഒരു ദീപ്തി പരന്നു. പൊടി മാഞ്ഞുപോയി. ജീവി മറഞ്ഞു. പിന്നിൽ ശാപം മാത്രം അവശേഷിച്ചു. അടുത്ത പുലർച്ചെ കള്ളു ചെത്തുകാരൻ പതിവുപോലെ തെങ്ങിൻ കയറുന്നു. കുടം എടുത്തു ഷാപ്പിലേക്കു പോകുന്നു. അവൻ അറിയില്ലായിരുന്നു അത് ഇനി കള്ളല്ല, വിധിയാണ്. ഷാപ്പ് നിറഞ്ഞു ചിരിയിലും പാട്ടിലും. കള്ള് കൈയിലേക്ക് ഒഴുകി ചുണ്ടുകളിലേക്ക്. പക്ഷേ ആ കള്ള് മധുരമല്ലായിരുന്നു. അതിൽ ഒളിഞ്ഞിരുന്നത് ഭ്രാന്തത്തിന്റെ വിത്ത്. ഒന്നൊന്നായി കണ്ണുകൾ നീലമായി തെളിഞ്ഞു. മുഖങ്ങൾ വളഞ്ഞു, ശബ്ദങ്ങൾ വിചിത്രമായി. മനുഷ്യൻ മാറി. ജീവിയായി. ഗ്രാമം ഉണർന്നു. ഭീകരതയുടെ കനവിൽ. ഇപ്പോൾ നാട് മുഴുവൻ വിചിത്ര ജീവികളാൽ നിറഞ്ഞിരിക്കുന്നു. അവർ പരസ്പരം അടിയിടുന്നു, കീറിമുറിക്കുന്നു. വഴികളിൽ നിലവിളികൾ, വീടുകളിൽ ഭയം. നാട് മിണ്ടാതായി. പക്ഷേ ഇരുൾ നീളുമ്പോഴാണ് വെളിച്ചം ജനിക്കുന്നത്. പൊടിപടർന്ന വഴികളിലൂടെ അവൻ വരുന്നു. നാടിനെ രക്ഷിക്കാൻ, മനുഷ്യനെ തിരികെ നേടാൻ.